ഇപ്പോൾ ഹിന്ദു ഏകീകരണത്തിന്റെ മുദ്രാവാക്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രബലമായ രണ്ട് ഹിന്ദു സമുദായ സംഘടനകളായ NSSഉം SNDP യോഗവും ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രണ്ട് നേതാക്കന്മാരും പരസ്പരം വാഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ വരുന്നു. അതിന്റെ കൗണ്ടറും വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും. രാഷ്ട്രീയമായി അതിനോട് പ്രതികരിച്ചവരൊക്കെ തന്നെ പലതരത്തിൽ അപായത്തിൽ ചാടുകയും ചെയ്തിട്ടുണ്ട്. സജി ചെറിയാനാണ് ഏറ്റവും ഒടുവിൽ കെണിയിൽ വീണ ഒരാൾ. ഇതിന്റെ ബദലായൊരു ചോദ്യം, സ്വാഭാവികമായൊരു സാധ്യതയാണ്, ഒരു സമാന്തര സാധ്യതയുണ്ടല്ലോ. ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടി നടക്കുന്ന ഏതൊരു മുദ്രാവാക്യവും കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതിയിൽ ആദ്യം അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുക കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളിലാണ്. മുസ്ലിം സമുദായത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലതരത്തിലുള്ള നീക്കങ്ങൾ വെള്ളാപ്പള്ളി ആയാലും CPM ആയാലും സ്വീകരിച്ച മുസ്ലിം ഐസൊലേഷൻ നിലപാടിന് നല്ല റിസൾട്ട് ഉണ്ടായി. അതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മുസ്ലിം ഏകീകരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ചോദ്യം, ഈ മുസ്ലിം ഏകീകരണം നടക്കുമ്പോൾ അടുത്ത മൈനോറിറ്റിയായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ത് നിലപാടെടുക്കും എന്നാണ്. അതറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. അത് സംബന്ധമായി പുതിയ നീക്കങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? മാഷ് പറഞ്ഞ മാതിരി ഇന്നലെ കേരളം കൂടുതൽ ചർച്ച ചെയ്തത് SNDP NSS മേലധ്യക്ഷന്മാരുടെ ചില വാക്കുകളാണ്. അപ്പോൾ ഏതാണ്ട് അതുമായി തന്നെ തുലനം ചെയ്യാവുന്ന കുറച്ചുകൂടി കടന്ന് ക്രിസ്തീയ സംഘടനകളുടെ ഒരു ഒത്തുചേരൽ തൃശ്ശൂരിൽ സംഭവിച്ചിരുന്നു. അപ്പോൾ കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം ക്രിസ്തീയ സഭകളുടെ മുഴുവൻ ഏകോപനത്തിന് ആഹ്വാനിച്ചിരുന്നു. ഇന്നലെയാണ്. അപ്പൊ ഇന്ന് ദീപികയെ പറ്റി വളരെ വിശദമായി തന്നെ അതിന്റെ വാർത്തകളുണ്ട്. ദീപികയാണല്ലോ ഓതന്റിക്കേറ്റ് പറയേണ്ടതാണ്. അപ്പോൾ അത് വളരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിനൊരു മറുപടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും സംഭവിച്ചിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരിക്കാം ഇന്നലെ അവിടെ പിന്നെ പ്രതിനിധികളുടെ ഒരു ഒത്തുചേരൽ നടന്നിട്ടുണ്ടാവുക. പക്ഷേ എങ്കിൽ കൂടിയും അവരുമൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാകണം അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത്. അപ്പോൾ എന്തൊക്കെയാ ഇന്നലത്തെ പ്രസംഗത്തിലെ അദ്ദേഹം പറഞ്ഞത് ഹൈലൈറ്റ്സ്? വളരെ ഇപ്പോൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വർഗീയത, ഭീകരപ്രവർത്തനങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷമായി ചിലതൊക്കെ പറയാൻ തുനിഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് വെച്ചാൽ എപ്പോഴും അവഗണന നേരിടുന്ന ഒരു വിഭാഗമായി ക്രിസ്തീയ വിഭാഗങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതിന് കൂടുതൽ ഈ രൂപത്തിൽ കൂടുതൽ മാറുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഇപ്പോൾ നാട്ടിലെ പുതിയ ദേശീയ പാഠ്യപദ്ധതി ക്രിസ്തീയ സഭകൾ നൽകിയ സംഭാവനകളെ മറച്ചു പിടിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ അപ്പാടെ തള്ളിക്കളയുന്ന, അത് ഇവർ നൽകിയ ഒരുപാട് സംഭാവനകൾ രാജ്യത്തിനുണ്ട്. ആ സംഭാവനകളെ മറന്നുകൊണ്ട് മറച്ചു പിടിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് അവിടെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ വലിയ തോതിൽ നാട്ടിൽ ഈ ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് അവഗണന നേരിടുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള പോരാട്ടത്തിൻ്റെ സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നുമാണ് വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അല്ല, രണ്ട് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ആ പറഞ്ഞതിൽ നമുക്ക് യോജിക്കാവുന്നതും വിയോജിക്കാവുന്നതും ഒക്കെ ആയ ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കത്തോലിക്ക സഭ അത് പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവർ കാണുന്ന ആദ്യത്തെ കാര്യം, ഈ ഒരു ഇരവാദം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരിക്കലും ഉയരാത്തതാണ്. ഇപ്പോൾ സാമുദായിക സംവരണം വന്ന കാലത്ത് പോലും സാറിന് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് സംവരണം വേണ്ടെന്ന് പറഞ്ഞ കൂട്ടരാണ്. കാരണം ഞാൻ അധ്വാനിച്ച്, കാരണം ആ കമ്മ്യൂണിറ്റിയെ തെളിയിച്ചിട്ടുണ്ട്. അവർ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അവർ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും നേടിയവരാണ്. മാത്രമല്ല, അവർക്ക് ഒരു നാട്ടിൽ ഒരു ദേശത്ത് വന്നു ചേർന്നാൽ ആ ദേശത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിച്ചേരാനുള്ള ഡെഡിക്കേഷൻ ഉണ്ട്, അതിനുള്ള ശേഷിയുണ്ട്, അവർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ ഈ എടുത്തു നോക്കൂ, ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലാണ് ഇല്ലാത്തത്? ഇപ്പോൾ നമ്മുടെ പാർലമെന്റിൽ പ്രാതിനിധ്യം കുറവല്ല, എക്സിക്യൂട്ടീവിൽ ഒട്ടും കുറവല്ല, ഉദ്യോഗസ്ഥ മണ്ഡലത്തിൽ, നമ്മുടെ IAS IPS മണ്ഡലത്തിൽ കുറവല്ല, ജുഡീഷ്യറിയിലോ
കുറവല്ല. ഇനി എവിടെയാണ്? സാംസ്കാരിക രംഗത്ത് ഒട്ടും കുറവല്ല. ഇനി സാമ്പത്തിക രംഗത്ത്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറവാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം രണ്ടാമത്തേതാണ്. ആ കമ്മ്യൂണിറ്റിയുടെ വലിയ സംഭാവനകൾ പുതിയ കാലത്ത് അവഗണിക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയമാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയത്തിൽ പെട്ടതാണ്. അതായത് ഇന്ത്യയിലെ സംസ്കാരത്തിൽ ഇടപെട്ട രണ്ട് ഘട്ടത്തെ, ഒന്ന് മുസ്ലിം കാലഘട്ടമെന്നും രണ്ടാമത് ക്രിസ്ത്യൻ കാലഘട്ടം എന്ന് അവർ വിളിക്കുന്ന ഈ ബ്രിട്ടീഷ് പീരീഡിനെയാണ്. ആ രണ്ട് കാലഘട്ടത്തെക്കാളും പ്രാധാന്യം അതിനു മുമ്പുള്ളൊരു കാലമുണ്ടല്ലോ, നമ്മൾ ഈ ആർഷഭാരത കാലം എന്നൊക്കെ പറയുന്ന ഒരു കാലത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് വാദിക്കുന്ന ഒരു പാർട്ടി തീർച്ചയായിട്ടും അതിനോട് വാദം ഉന്നയിക്കാനാണല്ലോ BJP. അവരത് ചെയ്യും. പക്ഷെ അതിൽ ഒരു കാര്യം താഴത്ത് അച്ഛൻ തിരുമേനി പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ത്യയുടെ എന്നല്ല, അവർ ചെന്നുപെട്ട എല്ലാ നാടുകളുടെയും നിർമ്മിതിയിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ വഹിച്ച പങ്കിനെ ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല. അപ്പൊ കേരളത്തിന്റെ ഒരു സ്ഥിതി എടുത്തോളൂ. ആരാണ് ഇവിടെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങിയത്? വിദ്യാഭ്യാസത്തിൽ അവർ വഹിച്ച പങ്ക്, ആരോഗ്യരംഗത്ത് അവർ വഹിച്ച പങ്ക്, വേറൊന്ന് ഇവിടുത്തെ സംസ്കാരത്തിൽ വഹിച്ച പങ്ക്. സാറേ, നമുക്ക് ഓർക്കാൻ പറ്റും. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു ഭാഷ, ഞാനൊരു രാജ്യത്ത് ചെന്നുപെടുന്നു, അവിടുത്തെ ഒരു ഭാഷ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ആ ഭാഷ പഠിച്ചെടുത്തിട്ട് ആ ഭാഷക്ക് നിഘണ്ടു എഴുതാൻ ഒരു അന്യ നാട്ടുകാർ വന്നു, അല്ലെങ്കിൽ ഒരു സമുദായം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതൊരു ചെറിയ ഡെഡിക്കേഷൻ അല്ല. അങ്ങനെയാണ് ഗുണ്ടർട്ടിനെ നമ്മൾ ബഹുമാനിക്കുന്നത്. അതുകൊണ്ടാണ്. ഒന്ന്, സംസ്കൃതം എന്ന ഭാഷ ജീവിതത്തിൽ അവർ കേട്ടിട്ടില്ല. അവരിവിടെ വന്നു ചേർന്നവരാണ്. ഇവിടുത്തുകാരും പോലും മൃതഭാഷ എന്ന നിലയിൽ സംസ്കൃതം തള്ളിക്കളഞ്ഞതാ. എന്നിട്ട് ഇവിടുത്തുകാർ ഏതോ പുരാതന കാലത്ത് പഠിച്ചിരുന്ന ഒരു ക്ലാസിക് ഭാഷ കണ്ടെത്തി പഠിച്ചിട്ട് അത് പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി, കോളേജ് തുടങ്ങുന്നു അവർ. കുര്യാക്കോസ് മാഷി പാവർട്ടിയിലൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറയുന്ന അവരുടെ സേവനത്തെ അത് അവഗണിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അവഗണിക്കാൻ പാടില്ല. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ഇപ്പോൾ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ അതിന്റെ മീറ്റിംഗ് ആണല്ലോ ചേർന്നത്, അല്ലെ? അതിന്റെ അധ്യക്ഷനാണ്. വിവിധ സഭകളുടെ ഒരു പ്രതിനിധികളുടെ ഒത്തുചേരൽ, മറ്റു സഭകളും കൂടി ചേർന്നിട്ടുള്ള, അപ്പൊ അതൊരു ക്രിസ്ത്യൻ യൂണിറ്റിയാണ്. അവിടെ കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ നേതാവ് പറയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കൂടിയുള്ള ഒരു, അതെ, ഉറപ്പായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇതുണ്ടാക്കുന്ന തിരിച്ചടി എന്താണെന്നറിയോ? ഈ മുസ്ലിം ഐസൊലേഷൻ ഒരു ഭാഗത്ത് നടന്നുകൊള്ളട്ടെ, മുസ്ലിം പോളറൈസേഷൻ നടന്നുകൊള്ളട്ടെ, അതിന് രണ്ട് റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പൊതുവെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റ്. അതെന്താണ്? ബദലായിട്ടൊരു ഹിന്ദു യൂണിറ്റി നടന്നോളും. മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്, അതിന്റെ ഗുണവും കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിന്റെ കൂടെ ഒരു മുസ്ലിം ഐസൊലേഷൻ മാത്രം മാറ്റി നിർത്തിയാൽ ഒരു ക്രിസ്ത്യൻ ഹിന്ദു യൂണിറ്റിയും നടന്നോളും. അതിന്റെ ഗുണങ്ങൾ ചില മേഖലകളെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയം, അതിൽ ക്രിസ്ത്യൻ പിന്തുണ വളരെ വലുതാണ്. ഇപ്പൊ സമീപകാലത്ത് മറ്റു പല നഗരസഭകളിലും പല പഞ്ചായത്തുകളിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഒരു പ്രവണത വേണ്ടെന്നല്ലേ ഇപ്പൊ അത് മാത്രമല്ല മാഷേ, ഇതിനകത്ത് പിന്നെ ഏത് മതം സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട്. അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് തകിടം മറിക്കപ്പെടുന്നു എന്ന ഒരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ രാജ്യത്തിപ്പോൾ നടന്നു വരുന്ന ചില വിഷയങ്ങളിലേക്ക് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ഭീകരത എന്ന ഒരു വാക്കാണ് അതിനകത്ത് ആ വാർത്തയ്ക്കകത്ത് കാണുന്നത്. ഈ ഭീകരത, എന്ത് ഭീകരത, ഏത് ഭീകരത, ഏതെക്കുറിച്ചാണെന്ന് അദ്ദേഹം പറയുന്നില്ല. പ്രസംഗം നമ്മൾ വ്യാഖ്യാനിക്കാവുന്ന മുസ്ലിം ഭീകരതയും ആവാം, വേണമെങ്കിൽ ഹിന്ദു ഭീകരതയും ആകാം. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളിൽ അത് നമ്മൾ നേരിട്ട് കേട്ടിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ വ്യക്തം ആയേനെ. പക്ഷെ അപ്പോൾ സത്യത്തിൽ മാഷി പറഞ്ഞതുപോലെ ഒരു അവഗണിക്കപ്പെടുന്ന വിഭാഗമായിട്ട് എനിക്കിതുവരെ തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അവരുടെ സംഭാവനകളെ വില കുറച്ച് കാണുന്നു. പക്ഷെ അതൊരു ഭയത്തിന്റെ കൂടി, അത് ഭയത്തിൽ നിന്നുണ്ടാവുന്ന വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഇത് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ സാറ് പറഞ്ഞ മൗലികമായൊരു കാര്യമുണ്ട്. ഇപ്പോ BJPക്കോ RSSനോ പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഘർ വാപ്പസി എന്നൊരു മുദ്രാവാക്യം ഇന്ത്യയിലാകെ മുഴങ്ങുന്നുണ്ട്. അത് RSSും BJP അറിഞ്ഞുകൊണ്ടാണോ അതല്ല അതിനുവേണ്ടി ഒരു ചില പ്രത്യേക ഗ്രൂപ്പുകൾ ഇറങ്ങിത്തിരിച്ചതാണോ എനിക്കറിയില്ല. എന്തായാലും അതിന്റെ പേരിൽ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആദിവാസി മേഖലകളിലൊക്കെ അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വന്ന് മതപരിവർത്തനം നടത്തിയ മേഖലകളിലൊക്കെ പുനഃപരിവർത്തനം എന്ന് വെച്ചാൽ തിരിച്ച് പരിവർത്തനം ചെയ്യുക എന്നൊരു നയവുമായി ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണല്ലോ ഘർ വാപ്പസി. അങ്ങനെയാണെങ്കിൽ മൗലികമായൊരു ചോദ്യമുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മിഷനറി പ്രവർത്തനമില്ലാതെ ക്രിസ്ത്യാനിയില്ല. തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കിടയിലും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം അത് വളരെ വൈകിയാണെങ്കിലും ആഗോളതലത്തിലൊക്കെയുള്ള ഫണ്ട് മുസ്ലിങ്ങൾക്കിടയിലും ഈ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ എന്താണ് മിഷനറി പ്രവർത്തനത്തിന്റെ അന്തിമമായ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഒറ്റ ഉത്തരവുള്ളൂ, കൺവേർഷൻ തന്നെയാണ്. യേശുദേവന്റെ പാതയിലേക്ക് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പോരാ. നമുക്കൊക്കെ ഇപ്പോൾ മാനസികമായിട്ട് യേശുവിനെ അംഗീകരിച്ചാൽ മതിയാവും. സഭകൾക്ക് അത് പോരാ. അവരുടെ പ്രവർത്തനം തെളിയുക തന്നെ വേണം. ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ അവർക്ക് നമ്പർ വർദ്ധിക്കണം, അവർക്ക് മതം മാറണം. അപ്പോൾ മതപരിവർത്തനം ഇല്ലാതെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. അതിനോടുള്ള കേന്ദ്ര ഗവൺമെന്റ് സമീപനം എന്താണ്? ഒന്നുകിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയണം, മതപരിവർത്തനം നിരോധിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ആർക്കും നിരോധിച്ചിട്ടില്ലല്ലോ. എന്നാൽ നിയമം മൂലം നിരോധിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഈ ആൾക്കൂട്ടം, സാംസ്കാരിക സംഘടന, സാമൂഹ്യ സംഘടന എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സാമൂഹ്യമായ സംഘർഷം ഉണ്ടാവും. നിയമം അനുവദിക്കുന്നതുകൊണ്ടാണ് അവർ മിഷണറി പ്രവർത്തനം നടത്തുന്നത്. മിഷണറി പ്രവർത്തനം തീർച്ചയായിട്ടും മതപരിവർത്തനത്തിലേക്ക് നയിക്കും. അപ്പൊ ഈ കാര്യത്തിൽ ഖണ്ഡിതമായൊരു നിലപാട് എടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ അത് ഭയപ്പെടുന്നുണ്ടാവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. കന്യാസ്ത്രീകൾ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്കും ഈ പറഞ്ഞ പുരോഹിതന്മാർക്കൊക്കെ എതിരെ വലിയ ആക്രമണങ്ങൾ കേരളത്തിന് പുറത്ത് പലയിടത്തും നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ അതിന്റെ പശ്ചാത്തലത്തിലാവാം. ആത്യന്തികമായി ഇപ്പൊ ഈ സാറ് റിപ്പോർട്ട് ചെയ്ത വാർത്ത, ദീപിക വാർത്ത വെച്ച് നമുക്ക് പറയാവുന്നത് BJP, RSS ഇന്ത്യയിലെയും കേരളത്തിലും ക്രിസ്ത്യാനികളോട് സ്വീകരിച്ചു വരുന്ന ഒരു സമീപനം അവരെ ചേർത്ത് പിടിക്കുക എന്നതാണെങ്കിൽ അത് വാക്കുകൊണ്ട് മതിയാവില്ല. കുറെ കൂടി ആഴത്തിലുള്ള കർമ്മ പദ്ധതികളും ക്ലാരിറ്റിയും വേണ്ടിവരും. അല്ലെങ്കിൽ ഭംഗി വാക്ക് പോലെ ഞങ്ങൾ ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിക്കും, ക്രിസ്ത്യാനി ഞങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയും വാക്കുകളും ഒക്കെ ഉണ്ടല്ലോ, അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഈ സമ്മേളനം തെളിയിക്കുന്നത്. അത് മാത്രമല്ല, പക്ഷേ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നാളുകളിൽ സംഭവിച്ചേക്കാവുന്ന ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്നൊരു ഭയം ഉള്ളിൽ കിടക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് വാക്കുകളിലൂടെ ഇപ്പോൾ നമ്മൾ അവരും ഭയപ്പെടുന്നു. അത് ഒരു ഗവൺമെന്റിനും ശുഭകരമല്ല കേട്ടോ. ഒരു ഗവൺമെന്റിനും ഇപ്പൊ ആര് നാട് ഭരിച്ചാലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഭീതിയിൽ കഴിയുകയാണ്. അപ്പൊ ഈ ഭീതി ഒരു പക്ഷേ ഒരു ഞാൻ പറയുന്ന അതിനെ സംഘപരിവാർ ഭീതി എന്നോ സംഘപരിവാർ ഫോബിയ, സംഘി ഫോബിയ എന്നൊക്കെ ഒരു വാക്ക് പറയാവുന്നതാണ്. സംഘപരിവാറിനെ വലിയ തോതിൽ ഭയപ്പെടുന്ന ഒരു മനസ്സ് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് വന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും പലരും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒന്നിച്ചോളും. അപ്പോൾ ബദലായി ഹിന്ദു യൂണിറ്റി വന്നോളും. ഹിന്ദു യൂണിറ്റിയോടുകൂടെ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളും വന്നോളും എന്നൊക്കെയായിരിക്കും പ്രതീക്ഷ. എന്നാൽ ക്രിസ്ത്യാനികളും ഭയപ്പെടുന്നു എന്നാണല്ലോ ഈ പ്രസ്താവന കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഒന്നൊന്നായി ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു എന്നത് ഒരു ഗവൺമെന്റിനും ഭൂഷണമല്ല എന്ന് കാണാൻ തീർച്ചയായിട്ടും ഗവൺമെന്റിന് സാധിക്കേണ്ടതാണ്. അത് ഗവൺമെന്റ് ഏജൻസികൾ എത്തിക്കേണ്ടത് എത്തിക്കേണ്ടതുമാണ്. തീർച്ചയായിട്ടും തൃശ്ശൂരിൽ തന്നെ ഈ യോഗം ചേരുന്നു. ക്രിസ്തീയ സഭകളുടെ ഒരു ഏകോപന സമ്മേളനം ചേരുന്നു. അതിൽ കത്തോലിക്ക സഭ, ലോകത്തിലെ ഇന്ത്യയിലെയും ഏറ്റവും വലിയ സഭയായ കത്തോലിക്ക സഭയുടെ ദേശീയ അധ്യക്ഷൻ വന്ന് നയം പ്രഖ്യാപിക്കുന്നു. അത് ചെറിയ സൂചനയല്ല, തീർച്ചയായിട്ടും വലിയ സൂചനയാണ്. അത് സാമൂഹ്യമായ സൂചന മാത്രമല്ല, രാഷ്ട്രീയമായ സൂചന കൂടിയാണ്. എത്തേണ്ടിടത്ത് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.